അൽപൈൻ എന്ന് പറഞ്ഞ ഒരു നല്ല ഫാബ്രിക്കാ. DCM ബ്രാൻഡിലാണോ? അപ്പൊ ഏറ്റവും രാജാക്കന്മാരുടെ ബ്രാൻഡ് രജ്വാടി പ്രിന്റ് ആണോ പറയുന്നത്? ഓക്കെ. ഇത് മംഗളം ഏകത്താണോ? ചേട്ടാ അപ്പൊ ഇവിടുന്നാണ് സ്ഥിരം എങ്ങനെയുണ്ട് ഇവിടുത്തെ? 15 വർഷമായിട്ട് ഞങ്ങൾ ഇവരുടെ കസ്റ്റമറാണ്. ഫാക്ടറിന്ന് ഡയറക്റ്റ് വന്നിട്ട് ഫാക്ടറി പ്രൈസിൽ നമുക്ക് കിട്ടാന്ന് പറയുന്നത്. ക്വാളിറ്റി 100% ഗ്യാരണ്ടി ഉള്ള സാധനം ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. ഡെയിലി ഇങ്ങനെ ബണ്ടലുകൾ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും. ചാർജ് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, റിംജിം. ഓക്കെ. ഇതാണ് ഇപ്പൊ നന്നായിട്ട് ഉടനെ മെറ്റീരിയലിന്റെ ഒരു ലോകത്തേക്കാണ് ഇന്ന് പോണത്. മുംബൈക്കൊന്നും പോണ്ട, മുംബൈ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. രാഹുൽ ഗൗരവ വർദ്ധമാന ഏകത. ഇത് ഡബിൾ എക്സിലെ ബണ്ടലുണ്ട്, അത് ഓപ്പൺ ബണ്ടലുണ്ട്. 58 ഇഞ്ചിലെ ക്യാമറയ്ക്ക് പേര് നമ്മൾ ഹനുമാൻ ഭായി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് മെറ്റീരിയൽസ്, അതും നൈറ്റി മെറ്റീരിയൽസ്, കുർത്തി മെറ്റീരിയൽസ്, മെറ്റീരിയലിന്റെ ഒരു ലോകത്തേക്കാണ് ഇന്ന് പോണത്. അത് ആ കടയിലും മെറ്റീരിയൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ഷർട്ട് തയ്ക്കുക, കോട്ട് സെറ്റ്, കുർത്തീസ്, അങ്ങനെ വെറൈറ്റീസ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എറണാകുളത്ത്. യെസ്, എറണാകുളം മാർക്കറ്റ് റോഡാണ് ഈ കാണുന്നത്. ഇനി മേനക ബസ് സ്റ്റോപ്പിന്റെ അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് വെച്ചങ്ങോട്ട് പിടിച്ചോ മാർക്കറ്റ് റോഡിലേക്ക്. അപ്പോൾ കാണാം നമുക്ക് CSB ബാങ്ക് എത്തിക്കഴിഞ്ഞാൽ തൊട്ട് ലെഫ്റ്റിലേക്കുള്ള വഴിക്ക് അങ്ങോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് രാജധാനി എത്തിക്കഴിഞ്ഞാലേ കുറച്ചുകൂടി ഒന്ന് 10 അടി അങ്ങോട്ട് നടന്നാൽ മതി. കറക്റ്റ് ആയിട്ടുള്ള വഴി കാണിച്ചു തരാണ് കേട്ടോ. ചിലർക്ക് വഴി അറിയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ രാജധാനി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെച്ചോ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് പിടിച്ചോ, നേരെ വിട്ടു അയറ്റത്തേക്ക്. മുംബൈ പ്രിന്റ് കടയുടെ പേരാട്ടാ. മുംബൈക്കൊന്നും പോണ്ട, മുംബൈ ഇവിടെ എത്തിയിട്ടുണ്ട്. വാ, മുംബൈ പ്രിന്റ് കേട്ടോ. ഇത് ഹോൾസെയിലാണ്. അതിൽ നൈറ്റിയുടെ മെറ്റീരിയൽ, കുർത്തിയുടെ മെറ്റീരിയൽ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഡെയിലി ഇങ്ങനെ ബണ്ടലുകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അത് 100-200 ബണ്ടലുകൾ തന്നെയുള്ള. അതേപോലെ തന്നെ ഡിസൈൻസും നമുക്ക് അൺലിമിറ്റഡ് ആണ്. ഇതാ ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പാർസൽ പോകാനുള്ളതാണ് കേട്ടോ. ഇപ്പം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി രാവിലെ ബണ്ടൽ പൊട്ടിക്ക്, ഉച്ചയ്ക്കും ഉച്ച തിരിയുമ്പോഴേക്ക് സാധനം അങ്ങോട്ട് കയറ്റിപ്പോകും. ഡെയിലിയാണ് കേട്ടോ. അപ്പോൾ ഇത് എവിടേക്കാണ് പോണേന്ന് എനിക്കറിയില്ല. എന്തായാലും പൊട്ടിച്ചോ. ബണ്ടലുകൾ ഇവിടെയും നിറവ് ബണ്ടലുകളാണ്. ഇതൊന്നും ഒന്നല്ല, മൊത്തം 3 ഫ്ലോറാണ്. 3 ഫ്ലോർ മൊത്തം നമുക്ക് ഫാക്ടറി പ്രൈസിൽ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. വേറെ ഒന്നും നോക്കണ്ട, മുംബൈ പ്രിന്റ്. എന്താ കളക്ഷൻസ് ഇനി നോക്കാം. തിരക്കുണ്ടല്ലോ. ബാ, ഓണറെ തന്നെ നമുക്ക് പിടിക്കാം. എന്തായാലും വേറെ ഒരു വഴിയില്ല. നന്നായി പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം ഹിന്ദി വേണോ, മലയാളം വേണോ, ഇംഗ്ലീഷ് വേണോ, ഏത് ഡയലോഗ് വേണമെങ്കിൽ സെറ്റാണ്. നമുക്ക് ഇവിടെ എന്താണ് ഈ മുംബൈ പ്രിന്റ്, എന്താ ഇവിടെ എന്ത് കിട്ടും? അത് നൈറ്റ് മെറ്റീരിയൽ ആണോ മെയിൻ ആയിട്ട് കിട്ടുന്നത്. പിന്നെ കുർത്തീസ്, കോട്ട് സെറ്റ് എല്ലാം മെറ്റീരിയൽ ആയിട്ട് കിട്ടുന്നതാണോ? അതെ, അത് 3 ഫ്ലോർ ആണ് ആക്ച്വലി. 3 ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോറിലാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ ഒരു ഫ്ലോറിൽ ഈ ഫസ്റ്റ് ഫ്ലോറ് നമുക്കൊന്ന് നോക്കിയിട്ട് പറയാം. അതെ, നോക്കിയിട്ട് കുഴപ്പമില്ല, നോക്കിക്കോ. ഫസ്റ്റ് ഫ്ലോർ ആണോ നൈറ്റി മെറ്റീരിയൽ, പിന്നെ ചുരിദാർ മെറ്റീരിയൽ. നൈറ്റി മെറ്റീരിയലും ബിറ്റ് ആയിട്ട് കിട്ടും. ബിറ്റ് ആയിട്ട് 290 കട്ട്, 320 കട്ട്, എക്സൽ, ഡബിൾ എക്സൽ, ആ സൈസ് എല്ലാ സൈസില് അതൊക്കെ അവൈലബിൾ ആണ്. ഇനി ഇവിടുത്തെ ഇത് ബ്രാൻഡ്, അതുപോലെ എനിക്ക് ബ്രാൻഡ് പറഞ്ഞാലോ, അതായത് ഞാൻ ഇപ്പൊ ബ്രാൻഡ് നിങ്ങളെ പരിചയപ്പെടാം. ഏതാ എടുത്തു കാണിച്ചു തരാം. അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ. ഇത് DCM ബ്രാൻഡിലാണോ? അപ്പൊ ഏറ്റവും രാജാക്കന്മാരുടെ ബ്രാൻഡ് എന്ന് വെച്ചാൽ നൈറ്റി ബിറ്റിൽ, നൈറ്റിയിൽ തന്നെ രാജാക്കന്മാരുടെ നമ്പർ 1 കമ്പനിയാണോ DCM? അപ്പൊ DCM ഇതിന് തന്നെ ഇതിലെ താഴെ ഇത് ഈ ടൈപ്പ് പ്രിന്റ്, ഇത് രജ്വാടി പ്രിന്റ് ആണോ പറയുന്നത്? ഇത് മംഗളം ഏകത്താണോ? ഓക്കെ. ഇതിലിപ്പോ നമുക്ക് 3 സൈസ് കിട്ടൂല്ലേ? ഇതിന് 3 മീറ്ററും 320-ഉം 270-ഉം അങ്ങനെ ഒരു പല സൈസില് എല്ലാം അവൈലബിൾ ആണ്. തയ്ക്കുന്നത് വിടുത്തായാലും നല്ല വിടുത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഷോർട്ട് നൈറ്റി 3 കൂടുതലാണ്. ഷോർട്ട് ടൈപ്പ്, പിന്നെ കോട്ട് സെറ്റ് തയ്പ്പിക്കുക, നൈറ്റി തയ്ക്കുക, ഫ്രോക്ക് നൈറ്റി പോകും. ഇതിന് ഇപ്പൊ മൾട്ടിപ്ലക്സ് തുണിയാണോ കസ്റ്റമർ കൊണ്ടുപോയിട്ട് തയ്പ്പിക്കുന്നത്. എന്തായാലും മെറ്റീരിയലിന്റെ പറഞ്ഞാൽ ഏറ്റവും ലോ കോസ്റ്റ് ആണ്. ലോ കോസ്റ്റ് പറഞ്ഞാൽ ഈ കോട്ടൺ ഈ റേറ്റില് വേറെ അവിടെ പോയാലോ അങ്ങനെ ഈ റേറ്റില് തയ്ക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഫാക്ടറിന്ന് ഡയറക്റ്റ് വന്നിട്ട് ഫാക്ടറി പ്രൈസിൽ നമുക്ക് കിട്ടാന്ന് പറയുന്നില്ല. ആ ഒരു സംഭവമാണ് മുംബൈ പ്രിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ അതിന്റെ പല പല പ്രിന്റ്സുകളാണ്. പല കമ്പനിയിലുണ്ട്. ഇപ്പൊ ഈ ഗൗരവ കമ്പനിയിൽ സാധനം ഉണ്ട്, നോട്ടെ. ഇത് ഓരോരോ കമ്പനിയുടെ പേരാണ് അല്ലെ, ഗൗരവ് എന്ന് പറയുന്നത്. ഗൗരവിലുണ്ട്. പിന്നെ ഒരു MG പറഞ്ഞ MG, അത് നല്ല ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞ സാധനം നല്ലതാണ്. ഇത് MG. ഇപ്പൊ ഇതിനൊക്കെ ക്വാളിറ്റി നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യണമെങ്കിൽ ക്വാളിറ്റി 100% ഗ്യാരണ്ടി ഉള്ള സാധനം ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ കംപ്ലൈന്റ് നമ്മള് ഡെയിലി യൂസ് ആണല്ലോ. 99% ഗ്യാരണ്ടി ആണോ? പിന്നെ 1% കോട്ടൺ ആണ്. ഇത് 100% കോട്ടൺ ആണ് സാധനം. ഇതില് 99% ഗ്യാരണ്ടി ആണ്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ അപ്പൊ നൈറ്റി ബിറ്റുകളുടെ ആണ് ഇവിടെ. ഇതൊക്കെ പ്രോസിൻ നൈറ്റിയാ.
ഇത് പ്രോസിന് പറയുന്ന ഇതാണോ കളർഫുൾ നമ്മളെ ഇത് ഈ എക്ത മംഗളം തന്നെ പ്രോസിന്. അതെ, ഇത് സോഫ്റ്റ് ആണ് അല്ലേ? ഇത് മറ്റേ കോട്ട് സെറ്റ് ഒക്കെ തയ്ക്കാന് നൈറ്റിക്ക് തയ്ക്കാന് നല്ലതാണ്. കോട്ട് സെറ്റ് വീട്ടിലൊക്കെ കോട്ട് സെറ്റ് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അതിന്റെ ഇതിന്റെ ഒക്കെ. പിന്നെ ഇതിനെ തന്നെ അടുത്ത ഇതിപ്പോഴും ഇവിടെ വെക്കട്ടെ. ഈ ടൈപ്പ് ഇപ്പോൾ DCM ആണ്. ഇത് DCMല് തന്നെ അജ്രക്ക് മോഡലാണ്. അജ്രക്കിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ. DCM എന്ന് പറയുമ്പോൾ ഏറ്റവും മുന്തിയ ഐറ്റം. അതിൽ തന്നെ നമുക്ക് അജ്രക്കിന്റെ പ്രിന്റ് പഴയ ഡിസൈൻ വരും. ഓക്കെ. നൈറ്റീരിയ ഇങ്ങനെ അടിയിൽ ബോർഡർ ആയിട്ട് വരുന്നതും പിന്നെ ബോർഡർ ഇല്ലാത്ത നമുക്ക് ഫുൾ പ്രിന്റിൽ വരുന്നത് ഇതൊക്കെ DCM മെറ്റീരിയലിൽ വരുന്നത്. അതായത് അതിന് എത്ര ബൾക്ക് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെ നമുക്ക് എത്ര ബൾക്ക് വേണമെങ്കിലും ഉണ്ട്. ഇനി ആരാ? കസ്റ്റമർ ആണ്. എന്തായാലും വന്നതല്ലേ, അപ്പൊ ഒരു റിവ്യൂ ചോദിക്കട്ടെ ഞാൻ. ചേട്ടാ എവിടുന്നാ? തൊടുപുഴ. അടിപൊളി. അവിടെ നൈറ്റി മാത്രമാണോ? കടയുടെ പേരെന്താ? ലിവ നൈറ്റി. സിംഗിൾ പീസ് മാത്രമല്ല അവിടെ, പക്ഷെ ഇവിടെ ഹോൾസെയിൽ ആണ്. ചേട്ടാ അപ്പൊ ഇവിടുന്നാണ് സ്ഥിരം? എങ്ങനെയുണ്ട് ഇവിടുത്തെ? 15 വർഷമായിട്ട് ഞങ്ങൾ ഇവരുടെ കസ്റ്റമറാണ്. അപ്പൊ അത്യാവശ്യം വർഷമായിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അത് ശരി. 15 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. നൈറ്റി മെറ്റീരിയൽ മാത്രം നമ്മൾ എടുത്ത് തയ്ക്കുകയാണ്. അങ്ങനെ നിങ്ങൾ തയ്പ്പിച്ചിട്ട് നിങ്ങൾ നൈറ്റി സെയിൽ ചെയ്യാണ്. അപ്പൊ അതൊരു നല്ല ബിസിനസ് ആണ്, വേണമെങ്കിൽ ഇട്ടോട്ടോ അല്ലേ? ചേട്ടന്റെ പേര് പറഞ്ഞില്ല? അഷ്റഫിക്ക. താങ്ക് യു. ശരി, ഓക്കെ. അപ്പൊ ഇതിന് തന്നെ ഇപ്പൊ ഈ ടൈപ്പ് ചുന്നടിയാണ്. ബാട്ടിക്ക് പറഞ്ഞ ഇതാണ് ഈ ഐറ്റം. ഇതൊക്കെ നല്ല ഇതല്ലേ ഉദ്ദേശിക്കുന്നത്? ഇതന്നെ ചുങ്ങടി എന്ന് പറയണത്, അല്ലെങ്കിൽ ബാട്ടിക് എന്ന് പറയണത്. ഇതൊക്കെ ഓൾമോസ്റ്റ് നല്ല മൂവിങ് ആയിട്ടുള്ളത്, എപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇനി എടുക്കുമ്പോ നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ സെറ്റായിട്ട് എടുക്കണം. അങ്ങനെ ലൂസ് ആയിട്ട് കൊടുക്കൂല. 30 പീസ് മെഡിറ്ററി ആണോ എടുക്കണേ, 30 താഴെ കൊടുക്കത്തില്ല. റീറ്റെയിൽ ഇല്ല, ഹോൾസെയിൽ. മിനിമം 5000 മേലെ ബില്ലുണ്ടെങ്കിൽ മാത്രം കൊടുക്കുള്ളൂ. ഇതിൽ താഴെ റീറ്റെയിൽ ഇല്ല. പിന്നെ ഒന്നെങ്കിൽ 50 പീസ് അല്ലെങ്കിൽ 5000 ബില്ലായിരിക്കും. ഇതൊക്കെ പറഞ്ഞ കളർ സെറ്റ് ടു സെറ്റ് ആണോ കസ്റ്റമർക്ക് ഫെസിലിറ്റി ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ബണ്ടലാണോ മെയിൻ ആയിട്ട് ബണ്ടലാണോ എടുക്കേണ്ടത്. ഇത് ഒരു കസ്റ്റമറിലെ ഒരു ഫെസിലിറ്റി ആണ്. ഓക്കെ, അങ്ങനെ എടുക്കണം. ഇതിപ്പോ ജസ്റ്റ് ഇവിടെ നമുക്ക് സൗകര്യത്തിന് വേണ്ടിട്ട് വെച്ചിരിക്കണം. പക്ഷെ ഇതൊന്നല്ല, അവിടെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബണ്ടലുകൾ കാണാം. ആ ബണ്ടൽ ഒന്ന് നോക്കിയതേ ബാക്കില് ഈ 3 ഫ്ലോറുള്ള ഇപ്പൊ പുതിയതായിട്ട് ഡിസ്ചാർജ് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, റിംജിം. ഓക്കെ, ഇതാണ് ഇപ്പൊ നന്നായിട്ട് ഉടനെ കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു നല്ലതായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ അൽപൈൻ മെറ്റീരിയൽ ആണോ? അൽപിൻ മെറ്റീരിയൽ ഒക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ്. ഇതൊക്കെ നൈറ്റി എന്നൊക്കെ പറയുമ്പോൾ നല്ലതായിട്ട് ഇപ്പൊ ഈ നൈറ്റി, കുർത്തി, ഫ്രോക്ക്, നൈറ്റി എല്ലാത്തിനും വേണ്ടിട്ട് റയോൺ ടൈപ്പ് ഫാബ്രിക് ആണ് ഇത്. അൽപൈൻ പറഞ്ഞ ഒരു നല്ല ഫാബ്രിക്കാണ് ഇതല്ലേ. വിട്ട് നോക്കാനാണ് ഇപ്പൊ നമ്മൾ ഒരെണ്ണം തുറന്ന് കാണിച്ചത് കേട്ടോ. അപ്പൊ നൈറ്റിക്ക്, അപ്പൊ ഈ നൈറ്റി കൂടാണ്ട് നമുക്ക് നൈറ്റി വിത്ത് ദുപ്പട്ട അങ്ങനെയും വരുന്നില്ലേ? അതുണ്ടല്ലോ. അതും ഉണ്ട്. അപ്പൊ അങ്ങനെ അതും അവൈലബിൾ ആണ്. ഈ ടൈപ്പ് ചുന്നടി ഉണ്ട്. ഈ ടൈപ്പ് ചുങ്കടി ഡിസൈൻ ഫ്രോക്ക്, നൈറ്റി ഒക്കെ തയ്ക്കാൻ നല്ലതാണ്. ഈ ഡിസൈൻ ഒന്ന് നോക്കിയാൽ ഇത് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഡിസൈൻ ആണ്. പക്ഷെ ഇത് കുറച്ച് ബൾക്കായിട്ട് നമുക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടും. നല്ല നല്ല ഡിസൈൻസ് ടൈ ആൻഡ് ടൈല് വരുന്നുണ്ട്, ചുങ്ങടിയിൽ വരുന്നുണ്ട്. പിന്നെ അതാ ഈ ബണ്ടലുകളൊക്കെ ഇതൊക്കെ പൊട്ടിക്കാനുള്ളതാ. അതെ, ഇവിടെ പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ലൈവായിട്ട് ഡെയിലി എത്ര ബണ്ടൽ പൊട്ടിക്കും നമ്മള്? ഡെയിലി എത്ര ബണ്ടൽ പൊട്ടിക്കും? എത്ര? 200 ബണ്ടല്. ഇത് നമ്മളെ അല്ലപ്പൂടല്ലേ, നമ്മളെ ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ് വേറെ ആണോ? ബിസിനസ് ചേട്ടന് വേറെ കടയുണ്ട്. ചേട്ടൻ കസ്റ്റമർ ആണോ? കറക്റ്റ് ആയിട്ട് കണ്ട 200 ബണ്ടൽ പൊട്ടിക്കണ്ടെന്ന്. അപ്പൊ പിന്നെ ചേട്ടന്റെ ഒരു റിവ്യൂ കൂടി അങ്ങനെയൊന്നും പറയണ്ട. 200 ബണ്ടൽ പൊട്ടിക്കണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോഴേ ചേട്ടൻ ഇവിടെ കൊല്ലങ്ങളായിട്ട് എടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഇനി ഇവിടെ എന്താ ഐറ്റം പൊട്ടിച്ചോണ്ടിരിക്കുന്നത്? ഇതൊക്കെ എല്ലാ കമ്പനികളുണ്ട്. രാഹുൽ, ഗൗരവ്, ഗൗരവ് എന്ന് പറഞ്ഞിട്ടുള്ള രാഹുൽ, ഗൗരവ്, വർദ്ധമാന, ഏകത, അങ്ങനെ പല പല ബ്രാൻഡ്സ് അല്ലേ വരുന്നത്. ഇതിപ്പോ ഗൗരവ്, ഇതിപ്പോ രാഹുൽ, ടെക്സോ, ഓരോരോ ബ്രാൻഡ്. ഇവിടെയൊക്കെ എല്ലാ ഈ സെക്ഷൻ എക്സൽ ആണോ? എക്സൽ റെഗുലർ നൈറ്റിലാണോ ഈ സെക്ഷൻ മൊത്തം? അതെ, ബണ്ടല് പൊട്ടിക്കണത് കാണാന്ന്. ഇപ്പൊ ബണ്ടല് പൊട്ടിച്ചോണ്ടിരിക്കാണ്. ഒരു മിനിറ്റ്, ആ ബണ്ടല് പൊട്ടിക്കണെന്ന് ആൾക്ക് കാണിക്കാൻ വേണ്ടിട്ട്. ആളിപ്പോ പുതിയത് നമ്മളിങ്ങനെ വരുമ്പോ നമുക്ക് ബണ്ടൽ പൊട്ടിക്കില്ലേ? വാ, അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഇപ്പൊ അവർക്ക് പുതുമയല്ല, പക്ഷെ നമുക്ക് അതൊരു പുതുമയാണ്. വാ, കൊറേ ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു പോവാണെങ്കിൽ. വരൂ. ഇത് ഡബിൾ എക്സൽ നൈറ്റി. ഇവിടെ
ഈ സൈഡ് വരുന്നത് ഈ സൈഡും ഡബിൾ എക്സിൽ, ഇത് ഡബിൾ എക്സിൽ ബണ്ടലുണ്ട്, അത് ഓപ്പൺ ബണ്ടലുണ്ട്. ഓക്കെ. അത് ഒരു ബണ്ടൽ 30 പീസിലെ ബണ്ടലാണ്. ഇത് അങ്ങനെ തന്നെ അടക്കണം, ഇതിലെ ലൂസ് കൊടുക്കില്ല. അത് നിർബന്ധമാണ്. ആ കെട്ടൊന്ന് കാണിച്ചു കൊടുത്തത്, അത് കച്ചവടക്കാർക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. കട്ട് പറഞ്ഞ ആ കട്ട് തന്നെ എടുക്കണം. കളറിൽ ലൂസ് ആയിട്ട് അപ്പുറം ആ സാങ്ഷൻ ഒരു വച്ചിട്ടുണ്ട്, അത് മാത്രമുള്ളൂ. ഇവിടെ പിന്നെ ലൂസ് കൊടുക്കില്ല, ലൂസ് അപ്പുറം തന്നെ. ഓക്കെ, അങ്ങനെ. അപ്പൊ നമുക്ക് ബ്രാൻഡ് വരുമ്പോ നമുക്ക് DCM, വർത്തമാൻ, പിന്നെ ഇതൊക്കെ ബ്രാൻഡ് നൈറ്റിക്ക് ഓൾ ബ്രാൻഡ്സും ഉണ്ട്. മാക്സിമം ബ്രാൻഡ് നമ്മൾ 5 ബ്രാൻഡാണ് മെയിൻ ആയിട്ട് വെക്കുന്നത്. ഓക്കെ, അതനുസരിച്ച് എപ്പോഴും ഇങ്ങനെ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ കുറഞ്ഞ ഐറ്റമേ ഉണ്ട്, 8 തീരെ കുറഞ്ഞ പറഞ്ഞാലോ വളരെ വിലലുണ്ട്. ഏത് കസ്റ്റമർക്ക് ഏത് വില വേണോ ആ വില സാധനം ഉണ്ട്. അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയാലോ, അവിടെ എന്താ? ഇതിപ്പോ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുമ്പോ മൊത്തം ബിറ്റുകളാണ്. ഈ ടൈപ്പ് ഐറ്റം ആണ്. ഇതൊക്കെ ഉണ്ട്. ഇത് ഒക്കെ നൈറ്റുകളെ എടുക്കുമ്പോ ഇങ്ങനെ നൈറ്റുകള് ഐറ്റമാണ്. ഇത്രയും റേറ്റ് കുറവിനാണ് കേട്ടോ. ഇതൊക്കെ ഒരു കുറവ്. ചില കസ്റ്റമർക്ക് കമ്മി റേറ്റ് വേണം, ചില കസ്റ്റമർ നല്ല സാധനം വേണം. അങ്ങനെ പല സാങ്ഷൻ ഉണ്ട്. പല കസ്റ്റമേഴ്സിന് പല ബഡ്ജറ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഐറ്റംസ് എന്തായാലും ഇവിടെ അവൈലബിൾ ആണ്. യെസ്. അപ്പൊ ഇനി ഫസ്റ്റ് ഫ്ലോറിൽ റോള് നോക്കാം. നമുക്ക് ഇപ്പൊ ഇനി ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ. ഈ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ നമുക്ക് എന്തായിട്ട് റോളല്ല, ഫുൾ റോള് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ച ഫുൾ റോൾസ് മാത്രമാണ്. അപ്പൊ റോൾ എന്ന് പറയുമ്പോ അതിൽ നമുക്ക് എന്തൊക്കെ വിടുത്ത വരുന്നത്? ഇത് 44 വീതിയാണ്. 44 ഉണ്ട്, പിന്നെ 44, 58, 36 ഇഞ്ച്, അങ്ങനെ പല 14 പല വിഡ്ത്തില് സാധനം ഉണ്ട്. ഇപ്പൊ ഇതന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു 14 വിഡ്ത്തിന്റെ ആണ് വരുന്നത്. അല്ല 14 സോറി 44 വിഡ്ത്തിന്റെ ആണ് കേട്ടോ. ഇത് 44 ആണ്. ഇത് 36 ഇഞ്ചിലാണ്. ഇത് 36 ഇഞ്ചില്. ഇതൊക്കെയുള്ള 36 ഇഞ്ച്. അത് പല പ്രിന്റ്സിലും പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതൊക്കെ 58 ആണ്. 58 ഇഞ്ചിന്റെ ആണ് വരുന്നത്. ഇനി ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെൽറ്റ മെറ്റീരിയൽ ആണ്. അതിൽ പല പ്രിന്റ്സ് ഉണ്ട്. ഇതൊക്കെ ജോർജറ്റ് ആണ്. പ്ലെയിനിൽ കേട്ടോ, ജോർജറ്റ് പ്ലെയിൻ 58 ഇഞ്ചിലുണ്ട്, ജോർജറ്റ് 44 ഇതിന് പ്ലെയിൻ ഉണ്ട്, പ്രിന്റഡ് ഉണ്ട്, രണ്ടും ഉണ്ട്. പിന്നെ ഇത് ഹക്കോബ ടൈപ്പ്. ഇത് ഹക്കോബയാണ്. മൊത്തം പല സൈസിൽ ഹക്കോബ ഉണ്ട്. ഹക്കോബ ചിക്കൻ കറി, ഫുട്ബോൾ ഹക്കോബ, നോർമൽ ഹക്കോബ, ഫുട്ബോളും നോർമൽ ഹോളുള്ളത്, ഹോളില്ലാതെ പല സൈസ്. ഹോള് വലുത് വേണോ ചെറുത് വേണോ, അങ്ങനെ ഇത് ഡെൽറ്റ അല്ലേ? ഇത് പിന്നെ ഈ മറ്റേ ഇതൊക്കെ തയ്ക്കൂലേ, കുർത്താക്ക് തയ്ക്കുന്ന, ആണുങ്ങളുടെ കുർത്ത തയ്ക്കാൻ വേണ്ടിട്ട് സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്നത് ഈ ടൈപ്പ്. ഈ ടൈപ്പ് അപ്പൊ ജെന്റ്സിനും ലേഡീസ് കിഡ്സ് എന്തിനു വേണ്ടിട്ടായിട്ടുള്ള ഇവിടെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വരുന്നത് എത്ര വിഡ്ത്തിന്റെ? ഇത് 44 വീതിയിൽ. ഇതൊക്കെ എന്താ പറഞ്ഞ ഇത് സെറ്റാണോ, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട്. ടോപ്പ് ആൻഡ് ബോട്ടം. കസ്റ്റമർക്ക് ഒന്ന് അടുത്തേക്ക് വന്നാലേ അതിന്റെ പ്രിന്റ്സ് കറക്റ്റ് ആയിട്ട് കാണാം. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഇത് രണ്ടും അങ്ങനെ തന്നെ എടുക്കണം. ഗണപതി എന്നുള്ള ബ്രാൻഡ് അല്ലത്? ഇത് പല ബ്രാൻഡിലുണ്ട്. ഗണപതി, സന്ധ്യ, MCM, അങ്ങനെ പല ബ്രാൻഡിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ കളക്ഷൻസ് വരുന്നത്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതാണ് പർദാല് തുണിയ, പർദ മെറ്റീരിയൽ. അങ്ങനെയല്ലേ? ഇതൊക്കെ ഈ ടൈപ്പ് പർദ ആണ്. ഇത് ടൈഡൈലെ പർദ ആണ്. ഇത് പല ടൈപ്പ് ഇപ്പൊ തുണി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബ്ലാക്കിൽ തന്നെ വരുന്നുണ്ട്, പിന്നെ പിന്നെ ഇത് ബ്ലാക്കിലെ കളർ, വേറെ കളർ ഉണ്ട്, പല ടൈപ്പിലെ തുണി പറഞ്ഞിട്ടുണ്ട്. അതെ, പല ഇതിൽ വരുന്നുണ്ട്. ഇതിപ്പോ ഇപ്പുറത്തേക്കൂടെ ഇങ്ങോട്ട് തിരിഞ്ഞാലേ നമുക്ക് കറക്റ്റ് എന്തോരം ഉണ്ടെന്നുള്ളത്. ഇത് പിന്നെ എത്ര മീറ്റർ ഉണ്ട്, എങ്ങനെയാണ് അത്? മീറ്റർ പറഞ്ഞാൽ അതെ, അവര് കസ്റ്റമർ എടുക്കുന്ന 50 മീറ്ററിൽ ഒരു റോളുണ്ട്, 50 മീറ്ററിലുണ്ട്, 100 മീറ്ററിലുണ്ട്. കസ്റ്റമർക്ക് ആവശ്യം അത്ര അങ്ങനെ മാക്സിമം 30 മീറ്റർ ആണ്. മാക്സിമം 30 മീറ്റർ എടുക്കണം. അത് ഒരു കളർ എടുക്കുകയാണെങ്കിൽ ഇത് ഫുൾ കാണുന്നത് നമുക്ക് പർദ്ദയുടെ ഒരു സെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ പർദ്ദയുടെ ബണ്ടലുണ്ട്, പേക്കുണ്ട്. ഓപ്പൺ നമ്മളെ കുറവാണ്, കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് ബണ്ടല് പൊട്ടിച്ചു കൊടുക്കാം. അതാണ് പ്രത്യേകത. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് കാംബ്രിക് കോട്ടൺ. അത് ജയ്പൂർ കോട്ടൺ, കാംബ്രിക് കോട്ടൺ. ഇതൊക്കെ നല്ല മെറ്റീരിയൽ 46 വീതിയാണോ? 44 കിട്ടുന്നത്. പിന്നെ ഇതൊക്കെ ഇതിന്റെ 58 ഇഞ്ചിലെ കാംബ്രിക് 58 കേട്ടോ. 58 ഇഞ്ചിലെ കാംബ്രിക് പറഞ്ഞാൽ പ്രത്യേക 58 ഇഞ്ചിലെ കാംബ്രിക് എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല. അത് നമ്മൾ വെക്കുന്നുണ്ട്. അതെ, സൂപ്പർ. അതിൽ കുറെ പ്രിന്റ്സ് അവൈലബിൾ ആ. പ്രിന്റിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയണില്ല, പേര് തന്നെ ഉണ്ടല്ലോ, മുംബൈ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ സെക്ഷൻ പറയുമ്പോ ഇതൊക്കെ തന്നെ ഇത് വേറെ ഫാബ്രിക് ഉണ്ട് പുതിയത്. ഇത് എത്രയാ ഇതിലെ വരുന്നത്? എങ്ങനെയാ? ഇത് 58 വീതിയാണ്.
അതൊക്കെ നല്ല ആയിട്ട് പുതിയതായിട്ട് ഇവിടെ ന്യൂ ഇയർ ഐസ് വൈറ്റ് കളർ ലൈറ്റ് ഷെയ്ഡ് ആണ് കൂടുതൽ ജാസ്തി പോണത്. ഓക്കെ, കൂടുതൽ മൂവിങ് ആയിട്ട് പോണത്. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ നല്ല മീറ്റർ കമ്മി റേറ്റ് ഉള്ളത് ആൾക്കാർക്ക് വേണമെങ്കിൽ 30 രൂപ മീറ്റർ 28 രൂപ മീറ്റർ ആ റേറ്റിലേക്കാണോ ഈ ഐറ്റം. നമുക്ക് മീറ്റർ വൈസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അത് കമ്മി റേറ്റിലെ ആൾക്കാർ വേണമെങ്കിൽ ഇതൊക്കെയാണോ പോകുന്നത്. നമസ്കാർ കുപ്പായാക്കും അതെല്ലാം പോകില്ല. എന്ന് വെച്ചാൽ നമുക്ക് കൂടിയ മുന്തിയ റേഞ്ചിന്റെ വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ ആണ്. കമ്മി റേറ്റിലെ കസ്റ്റമർക്ക് കമ്മി റേറ്റിൽ വേണമെങ്കിൽ അത് കമ്മി റേറ്റിലേ ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്കത് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് അത് അങ്ങനെ ചെയ്യുന്നത്. അതെ, ഇവർക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഓൾറെഡി ഇവര് ഫേമസ് ആണ്. മുംബൈ പ്രിൻസ് എന്ന് പറയുമ്പോൾ നൈറ്റി മെറ്റീരിയലിന്റെ ഒരു ലോകം തന്നെയാണ്. പിന്നെ വാട്ടിക്കൻ സിൽക്ക് ഇതൊക്കെ പറഞ്ഞാൽ ഈ കുർത്തിക്ക് തയ്ക്കാൻ കുർത്തി കോട്ട് സെറ്റ് അതിലെ മെറ്റീരിയലാണ്. അതിന്റെ മെറ്റീരിയൽ അതിന്റെ പല പ്രിന്റ്സ് ആണ് കേട്ടോ. വാട്ടിക്കൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് വേറ്റിക്കന് റിയോണ് മിലിനോ അത് പല സൈസിലെ പുതിയ ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ വേറ്റിക്കന് തന്നെ ഒരു അപ്ഗ്രേഡ് ആയിട്ട് പുതിയത് ഐറ്റം വന്നിട്ടുണ്ട്. ഈ ഐറ്റം ഇപ്പോ ഇത് കുറച്ച് ഡിഫറെന്റ് അല്ല, കുറച്ച് ഷൈനിങ് ഉണ്ട് അല്ലേ? നല്ലൊരു ഐറ്റം. ഇത് വാട്ടിക്കനില്ല? ഇല്ല, വേറ്റിക്കനില്ല. ഇതിലെ ഒരു അപ്ഗ്രേഡ് ആണ്. അപ്ഗ്രേഡ് ഐറ്റം. ഇത് മിലാനോ ഇല്ല, ഇത് ബെർലിൻ പറഞ്ഞ ബെർലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ. പുതിയത് മാർക്കറ്റിൽ ഞാൻ കേട്ടിട്ടുള്ള മെറ്റീരിയൽ ആണ് ബെർലിൻ മെറ്റീരിയൽ. അടിപൊളിയാണ് കേട്ടോ. അതിന്റെ പ്രിന്റ് കാര്യം ഒരു ചെറിയ തിളക്കം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതില്. കുറെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ വരുമ്പോ ഇത് വരുന്നത് കോട്ടണില് തന്നെ ജയ്പൂരി കോട്ടൺ. ഇതാണ് നമ്മുടെ ജയ്പൂരി കോട്ടൺ. അതിൽ ഇക്കത്തിന്റെ പ്രിന്റ് പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ അങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ ഒരു സാധനം കിടക്കണത് ഇങ്ങനെ നിറഞ്ഞു നമ്മളെ കസ്റ്റമർ പൊട്ടിച്ചാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇങ്ങനെ ലൈവ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കില്ല. ആ പരിപാടി നമുക്കില്ല. ഇല്ല, വരാ അത് കൈയോടെ ബണ്ടൽ പൊട്ടിക്കുക. അതായത് ഇന്ന ഇത്ര എടുത്തു പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ അടുത്ത സെക്ഷൻ ആണെങ്കിൽ പിന്നെ ഈ 44 വീതി റിയോണ് ഇത് ഇരിക്കണത്. ഇതൊക്കെ 44 വീതിയിൽ റിയോൺ ആണ്. റയോൺ അതിൽ ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ മെയിൻ ആയിട്ട് വരുന്നത്. ഫോയിലിന്റെ എത്ര വേണം, വലിയ പ്രിന്റ് വേണോ ചെറിയ പ്രിന്റ് വേണോ, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത്. പിന്നെ ഇത് കാണുന്നത് നമുക്ക് അജ്രക്ക് 36 ഇഞ്ച് ഇവിടെ അജ്രക്കിന്റെ ഇതൊക്കെ പല ഡിസൈൻ ഡെയിലി ഡിസൈൻ വരും അതാണ് ഇവിടെ എപ്പോഴും ബണ്ടൽ പൊട്ടിച്ചാൽ കൈയോടെ രാത്രി 36 ആണോ? ഇതിന് 44 ഉണ്ട്. ഇത് 44 ഉണ്ട്. കണ്ടോ, ഡിസൈൻസ് അത്രയും കൂടുതലാണ്. നമ്മളിങ്ങനെ തട്ടി വീഴാണ്. എന്തായാലും സംഭവം പൊളി. അപ്പൊ ഇവിടെ ഈ ഒരു മെറ്റീരിയൽ മാത്രമല്ല, ഇത് കൂടാണ്ട് നമുക്ക് ഈ ലൈനിങ്ങിന്റെ സംഭവങ്ങളില്ലേ? ലൈനിങ് ഉണ്ടല്ലോ. കോട്ടൺ ലൈനിങ്ങും പിന്നെ ക്രേപ്പ് ലൈനിങ്ങും അതുണ്ട്. പിന്നെ പോപ്ലിൻ നമുക്ക് ലൈനിങ്ങിൽ വരുമ്പോ നമുക്ക് കോട്ടൺ ലൈനിങ്ങിന് വരുമ്പോൾ കോട്ടനും പിന്നെ ക്രേപ്പ് മെറ്റീരിയൽ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അണ്ടർ സ്കർട്ടിനൊക്കെ വേണമെങ്കിൽ നമുക്ക് പോപ്ലിൻ മെറ്റീരിയൽ അത് ഷിമ്മിക്ക് തയ്ക്കാം, നമുക്ക് അണ്ടർ സ്കർട്ടിന് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. അത് അപ്പൊ മെറ്റീരിയൽ കളർഫുൾ ആയിട്ട് പ്ലെയിനിലാണ് കേട്ടോ കൂടുതൽ. ലൈനിങ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ അല്ലേ വരാം ഓഫ്കോഴ്സ്. അപ്പൊ അതില് എത്ര മീറ്റർ ഉണ്ട് എന്നൊക്കെ വിളിച്ചു ചോദിച്ചോട്ടോ. ഇത് നമുക്ക് ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? നമുക്ക് രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 7:30 വരെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സൺഡേ സീസൺ സമയത്ത് ഓൺലി സീസൺ സമയത്ത്. ഇനി നമുക്ക് മുകളിലേക്ക് ദുപ്പട്ടേര സെക്ഷൻ. ചേച്ചിമാരെ ചേച്ചിന്ന് വിളിച്ചൊരു വിഷമം വിചാരിക്കണ്ട, അതൊരു ബഹുമാനം തന്നത്. ഒരു ഹായ് പറഞ്ഞോ. അപ്പൊ ശരി, എന്നാ മുകളിൽ പോവാ. ദുപ്പട്ടേരെ ഒരു ഫുൾ ഫ്ലോർ അത് തന്നെയായിട്ടുള്ളത് അല്ലെ? ദുപ്പട്ട എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് ദുപ്പട്ട ഏറ്റവും കൂടുതൽ കോട്ടൺ ആണോ നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, ഇത് കോട്ടൺ നല്ലതാണോ? അങ്ങനെ ഇപ്പൊ ഇത് എടുക്കുമ്പോ എങ്ങനെയാ ദുപ്പട്ട എടുക്കുമ്പോ ഇതിലിപ്പോ ഈ ഒരു സെറ്റ് എടുത്താൽ മതി? അല്ലെങ്കിൽ നമ്മള് റീറ്റെയിൽ കൊടുക്കില്ല. ഇതിൽ കളർ സെറ്റ് ടു സെറ്റ് ബണ്ടിൽ ടു ബണ്ടിലാണ് ബണ്ടിൽ ടു ബണ്ടിൽ. പിന്നെ ഇല്ലെങ്കിൽ ഈ ബണ്ടിൽ ഒരു സിംഗിൾ അങ്ങനെ എടുക്കാൻ പറ്റൂല. അങ്ങനെ ഒരു പീസ് കൊടുക്കില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇതിലിപ്പോ ഒരു 5 പീസ് ഉണ്ടെങ്കിൽ ഈ ഫുൾ ഇങ്ങനെ 5 പീസ് അങ്ങനെ തന്നെ എടുക്കണം, നിർബന്ധമാണ്. ഇതുണ്ട്, ഈ തുണിയിലുണ്ട്, ഈ തുണി ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതിന് തന്നെ അജ്രക്കിൽ തന്നെ ദുപ്പട്ട ഉണ്ട്. ഈ സൈഡ് അജ്രക്ക് ദുപ്പട്ട ഉണ്ട്. ഇതൊക്കെ ദുപ്പട്ടാണ്. അജ്രക്കിന്റെ ദുപ്പട്ട, അജ്രക്കിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ദുപ്പട്ട ഉണ്ട് അല്ലേ? ഇത് അജ്രക്കിലെ ദുപ്പട്ട ഉണ്ട്. പിന്നെ ഈ ദയാലിലേക്ക് പറഞ്ഞാൽ ഡബിൾ ജോഡി സോൾ ഉണ്ട്. ദയാല് ഡബിൾ ജോഡി എന്ന് പറയുന്നത് ജോഡി എന്ന് പറയുന്നത് ഇരട്ടാന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഡബിൾ ആണോ? ഡബിൾ 2 പീസ് ആയിരിക്കും. എന്നുവെച്ചാ ഈ ഡബിൾ മുണ്ട് എന്നൊക്കെ പറയില്ല, അതുപോലെ ഡബിൾ ആയിരിക്കും സംഭവം. ഡാർക്ക് കളർ പറഞ്ഞാൽ ഈ ടൈപ്പ് ഡാർക്ക് കളർ ഒക്കെ ഉണ്ടാവും കോട്ടണില് ഇങ്ങനെ പല പ്രിന്റ്സിൽ അവൈലബിൾ ഉണ്ട്. സൈസ് ഉണ്ട്. ഇതൊക്കെ കോട്ടണിൽ വരുന്നതാണ്. അപ്പൊ കോട്ടൺ ആണ് മെയിൻ ആയിട്ട് വെക്കുന്നത്. ഇത് കൂടാതെ ജോർജറ്റ് ഷിഫോൺ
എത്ര എടുത്ത് കാണിക്കും ഞാൻ, എന്തോരം പ്രിന്റ്സ് എടുത്ത് കാണിക്കും അല്ലേ? കൊറേ ഉണ്ട് കാണിക്കാനായിട്ട്. ഇതൊക്കെയല്ല ദുപ്പട്ട. ഒക്കെ ദുപ്പട്ടയുടെ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഫ്ലോർ മൊത്തം നമുക്ക് ദുപ്പട്ടാസ് മാത്രം. ഇപ്പൊ ഈ കാണിക്കുന്നത് അടിയിലിരിക്കുന്നത് മൊത്തം കോട്ടൺ ദുപ്പട്ട, പിന്നെ കോട്ടൺ റയോൺ. റയോൺ ദുപ്പട്ട ഉണ്ട്. ഓക്കെ, റയോണും കോട്ടനും പിന്നെ ജോർജറ്റും. ഷിഫോൺ. ഇനിയിപ്പോ പ്രിന്റിൽ കണ്ടില്ലേ, പ്ലെയിൻ ആണോ മെയിൻ ആയിട്ട്? പിന്നെ ഈ കാണുന്നത് മൊത്തം പ്ലെയിൻ ആണ് കേട്ടോ, പ്ലെയിൻ ദുപ്പട്ടാസ്. അത് ഒരുപാട് കളേഴ്സ് ഉണ്ട്. എടുക്കുമ്പോൾ അങ്ങനെ പാക്കറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഹോൾസെയിൽ ആയത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബൾക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ താഴത്ത് വെക്കാൻ സ്ഥലമില്ലാണ്ട് ബണ്ടൽ എവിടെ ഒക്കെ കയറ്റി വെച്ചത് എനിക്കൊന്നും ഒരു ഊഹല്ല. അത്രയും കളക്ഷൻ താഴെ കേട്ട് മുകളിലുണ്ട്. ഇവിടെ ഒക്കെ ബണ്ടലുകൾ ഇങ്ങനെ നിറവിരിക്കുക. കാരണം വെച്ചാൽ ഇത് ഹോൾസെയിൽ, പക്ക ഹോൾസെയിൽ. നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് ഫാക്ടറി പ്രൈസിന് നമുക്ക് കിട്ടുമെന്ന് പറയില്ലേ, ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ വരാ പോവാ ഇതാണ് സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു പീസ് നമുക്ക് വേണ്ടി ഇതാ തുറന്ന് കാണിച്ചിട്ടുണ്ട്. കോട്ടൺ അല്ലേ? കോട്ടൺ. ദേവ് നമുക്ക് വേണ്ടി കാണിച്ചത് കണ്ടോ, അടിപൊളി. ഇതാ ചുങ്ങടി. ഇതിപ്പോ നൈറ്റി വിത്ത് ദുപ്പട്ട ആയിട്ടും അവൈലബിൾ ആണ്, സെപ്പറേറ്റ് ഇതുപോലെ ദുപ്പട്ട ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ. ഇത് 2 ലെയർ ഇല്ല അല്ലേ? ഉണ്ട് 2. ഞാൻ അതിനെ ആലോചിക്കുന്നത് ഇത് സൈസ് കാണിക്കാനേ. ഓക്കെ, ഇതെ. അപ്പൊ അത്യാവശ്യം നല്ല ലെങ്ത് വിഡ്ത്ത് ഒക്കെ വരുന്ന ഒരു ചുങ്ങടി ദുപ്പട്ട. ഒരുപാട് എന്താ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, എടുത്താൽ മതി എന്നുള്ള അത്രേ ഉള്ളൂ അല്ലെ. ഓൾമോസ്റ്റ് ഇവർക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവർ ഒരു സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ഇതുവരെ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈം നമ്മുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ നമുക്കിപ്പോൾ ഷോപ്പിന്റെ സമയമൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? നമ്മൾ ഷോപ്പിൽ ഒരു ടൈമിംഗ് ആണോ 9:30 തൊട്ട് 7:30 വരെ. അപ്പൊ അതുപോലെ സൺഡേ എങ്ങനെയാ വരുന്നത്? സൺഡേ ഹോളിഡേ ആണോ? ഓൺലി ഫോർ സീസൺ, ഓണം, റംജാന്. സീസൺ അനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്തിരിക്കും. പിന്നെ ലൊക്കേഷൻ ഒന്ന് നമുക്ക് പറയാം. എവിടെ പോയോ നമുക്ക് ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണ്, എവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്? കുറെ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട് മുംബൈ പ്രിന്റ് എവിടെയാണെന്നുള്ളത്. അപ്പൊ മുംബൈ പ്രിന്റ് എവിടെയാ ശരിക്കും പറഞ്ഞാൽ നമ്മള് മാർക്കറ്റ് റോഡില്, എറണാകുളം മാർക്കറ്റ് റോഡാണ് മുംബൈ പ്രിന്റ്, നിയർ കാത്തലിക് സിറിയൻ ബാങ്ക്. അത് നമ്മുടെ രാജധാനിയിലെ സൈഡിൽ കൂടെ. ഞാൻ എക്സാക്ട് പറയുകയാണെങ്കിൽ എറണാകുളം മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് റോഡ് ചോദിക്കാം. അപ്പൊ മാർക്കറ്റ് റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്നത് നമുക്ക് CSB ബാങ്കിന്റെ അവിടുന്ന് ലെഫ്റ്റ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിൽ തന്നെ രാജധാനി കാണാൻ പറ്റും. രാജധാനിയുടെ തൊട്ടിപ്പുറത്തുള്ള വഴിയാണ് കേട്ടോ. ആ വഴി കൂടെ അങ്ങനെ നേരെ അറ്റം വരെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കാണാം മുംബൈ പ്രിന്റ് ഹോൾസെയിൽ ഉള്ളി. നൈറ്റി മെറ്റീരിയലും കുർത്തി മെറ്റീരിയലാണ് നമ്മളെ മെയിൻ നൈറ്റി ചെയ്യുന്നത്. ഇതിൽ നൈറ്റിയിൽ നമുക്ക് ഒരു ഡെയിലി പറഞ്ഞാൽ ഒരു 100-150 ഡിസൈൻ പുതിയത് നമ്മളെ പൊട്ടിക്കും എവറി ഡേ. പിന്നെ ഇത് അടുത്ത ദിവസം പറഞ്ഞാൽ അടുത്ത ദിവസം പുതിയ ഡിസൈൻ ഉണ്ടാവുള്ളൂ. നമ്മളെ എവറി ടൈം അപ്ഡേറ്റ് ആയിരിക്കും. ഡിസൈനിലെ കാര്യമെല്ലാം നമ്മളെ ഒരു ഡിസൈനർ ഉണ്ട്, നമ്മളെ എവറി ടൈം അപ്ഡേറ്റിംഗ് ആണ്. പിന്നെ ഈ കുർത്തിയാണോ, ഈ കുർത്തിയിലാണെങ്കിൽ ഏറ്റവും പുതിയ മെറ്റീരിയൽ പറഞ്ഞാൽ അത് നമ്മളെ ഇപ്ലോമി അത് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ നിന്നാണ് പോകുന്നത്. അതും മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നൈറ്റി മെറ്റീരിയൽ ആയാലും നമുക്ക് കുർത്തീസിനായാലും ഷർട്ടില് കോഡ് സെറ്റ്, നിങ്ങൾക്ക് എന്താണ് തയ്ച്ചിടാൻ ആഗ്രഹം അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലോ റേറ്റിലാണ് നമ്മളെ ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ഫാക്ടറി റേറ്റിലാണോ ഇവിടെ നമ്മളെ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് എന്താ പറയാ മാർക്കറ്റിൽ അത്രയും ഫേമസ് ആണ്. നമുക്കിവിടെ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും നമ്മുടെ വ്യൂവേഴ്സിന് നമ്മളെന്താ പറയാ കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് നൈറ്റി എവിടെ നിന്നാണ് നമ്മളിനി കേരളം വിട്ട് പുറത്തേക്ക് പോകണം എടുക്കാനായിട്ട്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ പുറത്ത് പോയാൽ ആ സെയിം റേറ്റിൽ ഇവിടെ കിട്ടും. കാരണം ഇവര് ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ്. ഇവരൊക്കെ പുറത്തുനിന്ന് പ്രൊഡക്ഷൻ ചെയ്തിട്ട് ആ സംഭവം നമുക്ക് വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഡീലർഷിപ്പ് ഉണ്ട്, ഓൾ കേരള ഡീലർഷിപ്പ് ഉണ്ട്. നമ്മളെ പറഞ്ഞല്ലേ DCM, രാഹുല്, ഗൗരവ, ഏകതാമംഗലം, ഇതൊക്കെ നമ്മളെ ഓൾ കേരള ഡീലർഷിപ്പിലാണ്. അപ്പൊ പിന്നെ ഇനി പുറത്തേക്ക് പോണ്ടെന്ന് തന്നെയാ പറയുള്ളൂ അല്ലേ? ഈ പേര് ഇത്ര നേരം ഞാൻ ചോദിച്ചില്ല. എന്താ പേര്? നമ്മള് ഹനുമാൻ ഭായി. ഹനുമാൻ. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.